ഇതന്നെ വള്ളി മാങ്ങ. എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല, ഞാനും കണ്ടിട്ടില്ല. കൊലകൊലായിട്ടുണ്ട്. ഞാനിന്ന് വന്നത് കുടുംബൂര് പറഞ്ഞ സ്ഥലത്ത് ഒരു പുഴ കരയത്ത് ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളെ വീഡിയോ കാണുന്ന പ്രസാദ് ഞങ്ങളോട് പറഞ്ഞു വള്ളി മാങ്ങ ഉണ്ട്. അങ്ങനെ വള്ളി മാങ്ങ ഇതുവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നിടെ വന്നത്. ഞാൻ ഇന്നലെ ഒരു പുതിയ കൊടയെല്ലാം മേടിച്ചു. അങ്ങനെ ആദ്യത്തെ വീഡിയോ ഭയങ്കര മഴയും അതെല്ലാം പിടിച്ചിട വലിയൊരു കഞ്ഞും തോട്ടത്തിന് നിൽക്കുന്നുണ്ട്. ഇതാ പോകുന്നുണ്ട് ഞങ്ങൾ വള്ളി മാങ്ങയുടെ അടുത്തേക്ക്. അങ്ങ് കാണുന്നതന്നെ കുടുംബൂർ പുഴ. പ്രസാദ് ഞങ്ങളെ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോന്നെ. നമ്മ വള്ളി മാങ്ങ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഒരു കാവിലില്ലത്, ഈ വള്ളി മാങ്ങ ഇല്ലത് ഈ തോട്ടം കഴിഞ്ഞിട്ട് അപ്പുറത്തെ കാവിലില്ലത്. അപ്പത്തേക്ക് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മത് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട്. പ്രസാദേട്ടൻ അവിടെ നിന്നിട്ടുണ്ട്. അപ്പുറം ഭാഗത്ത് വെള്ളമായത് കാരണം ഈ ഒരു തോട്ടിന്റെ കരക്കലേ പോകുന്നുണ്ട്. അമ്മയുണ്ട് തേക്കില്, അമ്മേനെ കാണിക്കാ. അമ്മ ധൈര്യത്തിലെ വരുന്നുണ്ട്. വീണെങ്കിൽ വെള്ളത്തില് അധികം വെള്ളമൊന്നുമില്ല, അത് കാണുന്നു ചെറിയ കൈത്തോട് പോലത്തത്. ആ തോട് മുറിച്ച് കിടന്നു. ഇല്ലെങ്കിലും ശോഭയും തോട് മുറിച്ച് കിടന്നു. ശോഭ പോയതിന്റെ തേക്കില് നമുക്ക് പോകേണ്ടത്. എങ്ങനെയുണ്ട് അമ്മ അനുഭവം? എനിക്ക് നടന്നു ക്ഷീണിച്ചു. എന്റെ നടക്കുന്നു. അടുത്തേക്ക് എത്തും. ഞാൻ ഇങ്ങനത്തെ നാടൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലപ്പോ. നമ്മ വളപ്പില് പോയി ഇങ്ങനെ നമ്മ പോവാത്തോണ്ടല്ലേ. നമ്മളെ വളപ്പ് ഇങ്ങനത്തെ ഒന്നുമല്ല. പുഴയെല്ലാം ഉണ്ടോ? നമ്മ നേരത്തെ പറഞ്ഞിട്ട് ആ കവുങ്ങോട്ടോ അതാടാ ആർന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരേണ്ടത്. നമുക്ക് വരാൻ കഴിഞ്ഞിട്ട് അതിൽ വെള്ളം കുറച്ചുണ്ട്. കുറച്ചൊന്നല്ല, നമ്മളെ മുട്ടിന് വരെ ഈ വള്ളിമാങ്ങ ഉണ്ട് പറഞ്ഞത് കാവിന്റെ അരുവത്ത്. പ്രസാദേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതന്നെ നമ്മളെ വിളിച്ച പ്രസാദ്. അപ്പൊ ഇതെപ്പോഴും ഉണ്ടാകുന്നത് വേനൽക്കാലത്തും? ആ വേനൽക്കാലത്ത് അത് അതിന്റെ സീസൺ ഇപ്പൊ പിടിക്കുന്ന സീസൺ. ഇപ്പൊ തന്നെ അല്ലേ? അച്ചാറിലിടാ അല്ലേ? അച്ചാറിടാം. പഴുത്താ തിന്നാൻ പറ്റേ? അങ്ങനെ പഴുപ്പൊരു തിന്നിട്ട് ഇത് വരാം. ഓ നമ്മ തിന്നെങ്കിലല്ലേ നമുക്കറിയും. ഓ ഞാൻ കേട്ടിട്ടില്ല. ഇത് മാവ് ഇതല്ലേ? ഇത് വള്ളിയിലാണ്. ഓ വള്ളിയിൽ പിടിക്കുന്നല്ലേ? ആ വള്ളി മാങ്ങ. ഓ ഇങ്ങനെ പിടിക്കുന്നേ. എത്തി കുടുംബൂരൊക്കെ എത്തുമ്പോ വള്ളി മാങ്ങ കണ്ടു. വള്ളി മാങ്ങാന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അപ്പൊ എല്ലാരും ചോദിച്ചിന് അത് മാവില് പിടിക്കുന്ന ചോദിച്ചിന്. മാവിലല്ല, സാധാരണ മുന്തിരി കൊല പോലെ ഉള്ളത്. എന്റെ പേര് വള്ളി മാങ്ങാണ്. സാധാരണ മുന്തിരി അതേപോലത്തെ അതിന്റെ ഇല ഉണ്ടെങ്കിൽ പിന്നെ കാണിച്ചു തരാം. പെട്ടെന്ന് ഇല കാണുന്നില്ല അതില്. നമ്മളിവിടെ കാസർഗോഡ് വള്ളി മാങ്ങാന്ന് പറയുന്നേ. ഓരോരോ നാട്ടിലെ ഓരോരു പേരല്ലേ. ഇതിനെ കൊണ്ടുപോയിട്ട് അച്ചാറിടണം. ഇത് അച്ചാറിടുന്ന സമയത്ത് സാധാരണ മുറിച്ചിടാൻ പറ്റൂല, കട്ട് കളയണം അല്ലെ. കുറെ ആൾക്കാരെ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിന്. അത് അടുത്തൊന്നുമല്ല, കുറെ ദൂരം. ഇത് നമ്മളെ അടുത്തായതുകൊണ്ട് നല്ല പഴുത്ത എവിടെയും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മുന്തിരി പോലത്തെ തന്നെയെന്ന് പറഞ്ഞേ പഴുക്കുന്ന സമയത്ത്. പച്ചക്ക് ഭയങ്കര ചവർപ്പായിരിക്കും അല്ലേ? കട്ടല്ല, ചവർപ്പല്ലേ എന്റെ തേന. കട്ടല്ല, വേറെ ഇതല്ല. അതിന്റെ തേന നമ്മ പൊട്ടി മാങ്ങല പൊട്ടിക്കുന്ന തേനല്ലേ, അതൊരു തേന. അതിന്റെ ചൊറിയും. അങ്ങനെ അച്ചാറിട്ട ചൊറിയാണ്. അത് മുട്ടി അതിന്റെ കുരുവെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് വേവിച്ചിട്ട് അങ്ങനെ ആക്കലല്ലേ. അപ്പൊ അതിന്റെ തേനെല്ലാം പോകും. കട്ടുണ്ടെന്ന് തോന്നി. നമ്മൾ കായൽ കറി വെക്കുമ്പോ മുള മസാല തിന്നാൽ ചൊറിയും. മുള കറി വെക്കുമ്പോ നമ്മൾ ഊറ്റുന്നത് കട്ടിന് വേണ്ടിട്ട്. ഇതല്ലേ അത് മസാല ഒന്ന് ഊറ്റാതെ ഇത് അച്ചാറിട്ടാല് അതിന്റെ തേന കൊണ്ട് പൊള്ളിയും ചെയ്യും ചിലപ്പോ. നല്ല കാര്യമില്ലതല്ലേ. നമ്മ ഇത് പറിച്ചിട്ടാ ഇതിപ്പോ വരുമ്പോ പറിക്കാ. ഈ കാവിന്റെ അപ്പുറം ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. കാവിന്റെ ഉള്ളിലേക്ക് വന്നു. ഉള്ളിൽ വരുന്ന സമയത്ത് ഇവിടെ നല്ലോണം തൂങ്ങിയിട്ടുണ്ട്. കൊലായിട്ടുണ്ട്. പഴുത്തതുണ്ട് അപ്പുറം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ വള്ളിയിൽ എല്ലായിടത്തും ഉണ്ട്. ഇതിന്റെ ഇല കാണിക്കാറുണ്ടെങ്കിൽ ഇല ഇല്ല. ഞാനും പ്രസാദേട്ടനും ഇങ്ങോട്ട് വന്നേ. അമ്മ കാവിന്റെ പുറത്തുണ്ട്. അമ്മ വരുന്ന സമയത്തെല്ലാം നമ്മളെ വഴി കാണിച്ച് ശോഭ അപ്പുറം ഉണ്ടല്ലേ. ശോഭേനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. 2 കൊല്ലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ ആള്. ശോഭ പുഴയിൽ നീന്തലും ചെയ്യും. ഇതാണ് ശോഭ. ശോഭ ഇല്ലതുകൊണ്ട് നമുക്ക് വഴി തെറ്റാതെ വന്നു. നിങ്ങളുടെ പോകുമ്പോഴൊക്കെ തന്നെ വരും അല്ലേ? ശോഭ അതിലെ പോകേണ്ട വഴി കണ്ടുപിടിക്കുന്നുണ്ട്. പ്രസാദേട്ടൻ നമുക്ക് വേണ്ടി പറിക്കുന്നുണ്ട്. മുകളിലേക്ക് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്ക് അങ്ങ് മുകളിലേക്കുള്ളത് പറിക്കാൻ വയ്യ. നമ്മ ഈ കാവിലേക്ക് വന്നത് സാഹസികപ്പെട്ട് വന്നത്, അതിലെല്ലാം നൂട്ട് വന്നത്. അങ്ങനത്തെ ബല്ലെല്ലാം
എന്തായാലും നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിന്. കൊല ഉണ്ട്. പ്രസാദ് ഏട്ടന്റെ മോന് സഹായിക്കുന്നുണ്ട്. പഴുത്ത് കണ്ട് ഇത് വീണ്ടും തീർന്നു. അങ്ങോട്ടേക്ക് ഇതെല്ലാം പഴുത്ത് തീർന്നത്. പഴുത്ത് നല്ല ചോന്ന കളർ മുന്തിരി പോലത്തെ തന്നെ. നമ്മളെ സാധാരണ കറുത്ത മുന്തിരി ഇല്ലേ, അതേപോലെ കുരുവുണ്ട്. കുരു നമുക്ക് നട്ടു നോക്കാം, ആവും തോന്നുന്നു അല്ലേ? ഞാൻ എന്തായാലും 2 കുരുവും കൊണ്ടുവന്ന് നട്ടു നോക്കാം. ആയില്ലേ? അവിടെ ഒരു ഫ്രഷ് ഉണ്ട്, നല്ല കാണാനുണ്ട്. ചെടങ്ങ മുള്ളും അങ്ങനെയുള്ളതായിട്ട് വഴി ഒരു സാഹസികം തന്നെ. നമ്മ ഹോളിവുഡ് സിനിമയെല്ലാം കാണുന്നില്ലേ, അതേപോലത്തെ വഴി. ഞാൻ വള്ളി മാങ്ങ വയ്ക്കാൻ വേണ്ടിട്ട് പോന്നേ. ഞാനങ്ങ് അകത്തേക്ക് വെക്കുമ്പോ ഞാൻ പോയിട്ടേ ഇല്ല. ഞാനിടാതാ പുറത്ത് ഇവിടെ ഒന്നുണ്ട്, അതിനെ പറ്റി പറഞ്ഞിട്ട് വന്നത്. ഇതാ ഞാൻ വള്ളി മാങ്ങ വയ്ക്കും. ഓ ഇങ്ങനെ വള്ളി, അതന്നെ വള്ളി മാങ്ങ ആയത്. ഇനി വീട്ടോളം വന്നിട്ട് ഞാൻ വള്ളി മാങ്ങ പറിച്ചിട്ടാൻ തോന്നണ്ട. അങ്ങനെ ഞാനും പറിച്ചു. അതായത് തന്നെ വള്ളി മാങ്ങ. ഇത് അച്ചാറിടുമ്പോ ഇതിന്റെ ബാക്കി കാര്യമെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കുടുംബൂരിന്ന് വള്ളി മാങ്ങ ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ ഞങ്ങൾ പോകാൻ തരും വീട്ടിലേക്ക്. പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം.